നിനക്കറിയില്ല. ഞാൻ അവതരിപ്പിച്ച IT പ്രോജക്റ്റ് ആദ്യം പരാജയമായിരുന്നു. മനസ്സിലുള്ളത് പുറത്ത് അവതരിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥ. അവരുടെ ഔദാര്യം കൊണ്ട് മാത്രമാണ് അവരെനിക്ക് സമയം നീട്ടി തന്നത്. അപ്പോഴും എന്റെ മനസ്സിനെ ഒന്ന് നിയന്ത്രിച്ചു നിർത്താൻ ഞാൻ നിന്നെ ഫോൺ വിളിച്ചുകൊണ്ടേയിരുന്നു. അബദ്ധവശാലോ എന്തോ ഒരു പ്രാവശ്യം നീ ഒന്ന് ഫോൺ എടുത്തു. അതേ കല്യാണി, നീ അപ്പോഴാ ഫോൺ എടുത്തതുകൊണ്ട് എനിക്ക് അവരുടെ മുന്നിൽ എന്റെ മനസ്സിലുള്ള പ്രോജക്റ്റ് അവതരിപ്പിച്ച് ഫലിപ്പിക്കാൻ പറ്റിയത്. ദേ കണ്ടില്ലേ ആ പ്രോജക്റ്റ്? കല്യാണി, ഈ ഫയൽ ഞാൻ അമ്മയുടെ കയ്യിൽ പോലും കൊടുക്കാതിരുന്നത് ആദ്യമായിട്ട് നിന്റെ കയ്യിൽ തരണമെന്നുള്ളതുകൊണ്ടാ. എന്താ കല്യാണി ഇത്? ഇനി ഇങ്ങനൊന്നും വേണ്ട വല്ലുകുഞ്ഞെ. ഞാനതൊക്കെ മറക്കാൻ ശ്രമിക്കുക. നമ്മൾ തമ്മില് ഒരിക്കലും ഒരുമിക്കില്ല, ഒരുമിക്കാൻ കഴിയില്ല. അത് വളരെ വൈകിയാണെങ്കിലും എനിക്ക് മനസ്സിലായി. ഹൃദയം കീറി മുറിക്കുന്ന വാക്കുകളൊന്നും പറയരുത് കല്യാണി. എന്താ നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? എന്താ ഇവിടെ നടന്നത്? വല്യുങ്ങിനെ ഞാൻ സ്നേഹിച്ചു പോയതിന്റെ പേരിൽ മാഡം എന്നെ ഇപ്പൊ വെറുക്കുക, എന്നെ അപമാനിക്കുക. പാവപ്പെട്ട എന്റെ അച്ഛനെ കള്ളനായിട്ട് വരെ മുദ്ര കുത്തി. ഇനി ഈ അപമാനം എനിക്ക് സഹിക്കാൻ പറ്റില്ല വല്യുങ്ങിനെ. കല്യാണി, ഒരിക്കലും ശരിയാവാത്ത ഒന്നിനു വേണ്ടി എന്തിനാ വല്യുഞ്ഞെ വെറുതെ? നമുക്ക് പിരിയാം. ആ പുതിന ടീമായി കല്യാണി അവന്റെ റൂമിലേക്ക് പോയിരിക്കുക. ഗംഗ മുകളിലേക്ക് ചെന്ന് ആനന്ദിനെ കൂട്ടിക്കൊണ്ടുവരൂ. ഞാൻ വിളിക്കുന്നു പറയും. ചെല്ല്. ശരി ആന്റി. എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് ഞാൻ കല്യാണിയെ തല്ലിയത്. അവൾക്ക് എന്നോട് അങ്ങനെ പറയാൻ എങ്ങനെയാ തോന്നിയത്? ബ്രോ, കല്യാണിയുടെ സാഹചര്യം അങ്ങനെയല്ലേ ബ്രോ? ഒരു വശത്ത് ദാസേട്ടൻ, മറുവശത്ത് നമ്മുടെ അമ്മ. എങ്ങനെ പിടിച്ചേക്കാൻ പറ്റുക? ഒരു പാവം പെൺകുട്ടിയല്ലേ കല്യാണി. എന്തായാലും എന്റെ ബ്രോ സമാധാനമായിട്ടിരിക്കും. തല്ലിയനൊന്നും കല്യാണിക്ക് സങ്കടം ഉണ്ടാവില്ല. തല്ലിയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ കല്യാണിക്ക് സങ്കടമായി പോയത്. എന്തായാലും എനിക്ക് അവളെ ഒന്ന് കാണണം. ബ്രോ, ഈ രാത്രിയിൽ അത് വേണ്ട. ദാസേട്ടൻ അവിടെ ഉണ്ടാവും. ദേഷ്യം കൊണ്ട് ഇനി ദാസേട്ടൻ എന്തെങ്കിലും പറഞ്ഞു പോയാൽ അതും കൂടി അനുഭവിക്കുന്ന കല്യാണിയായിരിക്കും. അതുകൊണ്ട് തൽക്കാലം ഇപ്പം അങ്ങോട്ട് പോകണ്ട. നമുക്ക് വീട്ടിലേക്ക് പോവാം. വാ വാ. ഇങ്ങനെ ഓരോന്നാലോചിച്ച് വിഷമിച്ചു നിന്നോളൂ. ഇനി വലിയ കുഞ്ഞിനോട് അങ്ങനെയൊന്നും പെരുമാറില്ലേ ചേച്ചി? പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? എനിക്കിതേ ഒരു വഴിയുള്ളൂ. ഇനി എന്തൊക്കെയായാലും നിങ്ങൾ തമ്മിൽ ചേരണമെന്നുള്ളത് ദൈവത്തിന്റെ തീരുമാനം. വലിയ എന്നെ മറക്കണം. മറന്നേ പറ്റൂ. മറക്കാമെന്നും പിരിയാന്നൊക്കെ നിനക്ക് എങ്ങനെ ഇത്ര നിസാരമായിട്ട് പറയാൻ കഴിയുന്നു?
എനിക്ക് അങ്ങനെയൊന്നും സാധ്യമല്ല. അങ്ങനെ ചിന്തിക്കാൻ പോലും എനിക്കാവില്ല. നിന്നെ എന്നെ ഒരുമിച്ച് ചേർത്തത് ദൈവമാ. നിന്നെ സ്നേഹിക്കാൻ എന്നെ പ്രേരിപ്പിച്ചതും എന്റെ ഹൃദയത്തിലേക്ക് നിന്നെ കുടിയിരുത്തിയതും അതേ ദൈവം തന്നെയാ. ദൈവത്തെ സാക്ഷിയാക്കിയ ഞാൻ നിന്നെ എന്റെ ജീവിത സഖിയാക്കിയത്. ഇപ്പോ അതേപോലൊരു ദൈവത്തിന്റെ മുമ്പിൽ വെച്ച് നീ ഇങ്ങനെ പറയുന്നു, നമുക്ക് പിരിയാന്ന്. നിന്നെ എന്റേതും എന്നെ നിന്റേതുമാക്കിയ ദൈവത്തെ സാക്ഷി നിർത്തി ഇങ്ങനെയൊന്നും പറയരുത്. ദൈവം പോലും സഹിക്കില്ല. മറക്കാന്നൊക്കെ നിനക്ക് എളുപ്പത്തിൽ പറയാൻ കഴിയും, പക്ഷെ എനിക്കതിന് കഴിയില്ല. എനിക്ക് നിന്നെ മറക്കുന്നതിനേക്കാൾ എളുപ്പം ഞാൻ മരിക്കുന്നതാ. അഖിലേച്ചി എന്തിനാ ഈ ദാസിനെ വിളിപ്പിക്കുന്നത്? എന്താണ് കാര്യമൊന്നും ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. മാഡം, ദാസേട്ടൻ എവിടെ? എന്നോട് പൊയ്ക്കോ, ദാസേട്ടൻ പുറകെ വന്നോളാന്ന് പറഞ്ഞു. അതെന്താ അങ്ങനെ പറഞ്ഞേ? ദാസേട്ടൻ നിങ്ങ വരാന്നോ? ആ, കാലം പോയൊരു പോക്കേ. അഖിലേച്ചി വിളിക്കുന്നു പറഞ്ഞ പ്രത്യക്ഷപ്പെട്ടതുപോലെ മുന്നിൽ വന്ന് നിൽക്കുന്ന ആളാ. വിലാസിനി, ദാസ് വരില്ല എന്നല്ല പറഞ്ഞത്, പുറകെ വരാന്ന. ഇതിലെന്താ തെറ്റ്? ഓ, ആ, ദാസ് വന്നല്ലോ. മാഡം എന്നെ വിളിച്ചത് പറയാൻ ദാസേട്ടാ, ആ പരമ്പരാഗത മാലയുടെ പ്രശ്നത്തിൽ ദാസേട്ടന് വല്ലാത്ത മാനസിക വിഷമം ഉണ്ടായിട്ടുണ്ട്. അതെനിക്ക് നന്നായി അറിയാം. ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് പറ്റിപ്പോയതാ ദാസേട്ടാ. പിന്നെ കഴിഞ്ഞുപോയ കാര്യം പിന്നെയും പൊക്കിക്കൊണ്ടുവരുന്നത് എന്തിനാണോ? എനിക്കറിയില്ല. ദാസേട്ടന്റെ മനസ്സിൽ അത് എത്രയേറെ മുറിവേൽപ്പിച്ചിരിക്കുന്നെന്ന് ഈ മുഖത്ത് നിന്ന് എനിക്ക് വായിച്ചെടുക്കാം. അത് തൃച്ചംബരത്തുള്ളവരുടെ തന്നെ ചതിയായിരുന്നു വൈകി അറിഞ്ഞത്. ദാസേട്ടൻ എന്നോട് ക്ഷമിക്കണം. അല്ല മാഡം, മാഡം എന്താ ഇങ്ങനെയൊക്കെ? 25 വർഷങ്ങളായി എന്റെ കുടുംബത്തോട് നന്ദിയും സ്നേഹവും വിശ്വാസവും പുലർത്തി ജീവിക്കുന്ന ആളാ ദാസേട്ടൻ. ആ ദാസേട്ടന് മാനസിക വിഷമം ഉണ്ടായതിൽ എനിക്ക് ദുഃഖമുണ്ട്. ഈ കുടുംബത്തിലുള്ള എല്ലാവർക്കും നന്മ മാത്രം വരണമെന്ന് ആഗ്രഹിക്കുന്ന ദാസേട്ടന് വേണ്ടി എനിക്കെന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്. എതിര് പറയരുത് ദാസേട്ടാ. ഞാൻ ദാസേട്ടന് ഒരു വീട് പണിതു തരാൻ പോവാ. വീടോ? ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടല്ലോ. ദാസേട്ടാ, വീട് ദാസേട്ടന്റെ സ്വന്തം ഗ്രാമത്തിൽ വേണോ അതോ ഈ ഭാഗത്ത് എവിടെയെങ്കിലും വേണോന്ന് ദാസേട്ടന് തീരുമാനിക്കാം. ദാസേട്ടാ, ചോദിച്ചത് കേട്ടില്ലേ? എന്തായാലും നിനക്കെന്താ സംസാരിക്കാനുള്ളത്? എന്താ അച്ഛാ ഇവിടെ നടക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അച്ഛൻ എന്നിൽ നിന്ന് എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട്. അതെന്താണെന്ന് എനിക്ക് അറിയണം. അച്ഛൻ അത് എന്നോട് പറയണം, പ്ലീസ്. എന്തായാലും നീ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഞാൻ നിന്നിൽ നിന്ന് എന്ത് മറച്ചു വെച്ചോന്നാ? അച്ഛാ, അച്ഛന്റെ ഈ മുഖം പറയുന്നുണ്ട് അച്ഛൻ എന്നിൽ നിന്ന് എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ടെന്ന്.
ദയവ് ചെയ്ത് അതെന്തായാലും അച്ഛൻ എന്നോട് തുറന്നു പറയും. എന്റെ മനസ്സറിയാവുന്ന അച്ഛൻ എന്തിനാ എന്നോട് ഇങ്ങനെ? മോനെ, നീ വിചാരിക്കുന്ന പോലെ അച്ഛൻ നിന്നിൽ നിന്നും ഒന്നും ഒളിച്ചു വെക്കുന്നില്ല. കല്യാണിയുടെ എന്റെയും കാര്യത്തിൽ അമ്മ ഞങ്ങൾക്ക് അനുകൂലമായൊരു തീരുമാനത്തിലേക്ക് എത്തുമെന്ന് അച്ഛൻ പറഞ്ഞു. എന്നിട്ടിപ്പോഴോ? സത്യം എനിക്കറിയണം. അന്ന് പിറന്നാൾ ദിവസം അച്ഛൻ അമ്മയോട് എന്റെയും കല്യാണിയുടെയും കാര്യം പറഞ്ഞപ്പോ അമ്മ എന്തു മറുപടിയാ പറഞ്ഞത്? എന്താ അവിടെ സംഭവിച്ചത്? മോനെ, നീ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. നീ വെറുതെ അല്ലച്ച. അതിനുശേഷം ഇവിടെ എന്താ സംഭവിച്ചത്? കല്യാണിക്ക് സമ്മാനമായി കൊടുത്ത പരമ്പരാഗത മാല അമ്മ തിരികെ വാങ്ങിയില്ലേ? ബോധപൂർവം ദാസേട്ടന്റെയും കല്യാണിയുടെയും മേൽ മോഷണക്കുറ്റം ചുമത്താൻ നോക്കിയില്ലേ? എന്നിട്ടിപ്പോ ആ കുറ്റബോധം തീർക്കാൻ ദാസേട്ടന് വീട് വെച്ചു കൊടുക്കാൻ പോകുന്നു. എന്താ അച്ഛ, എന്താ ഇവിടെ നടക്കുന്നത്? ഞാൻ പറഞ്ഞതിലോ ചോദിച്ചതിലോ എന്തെങ്കിലും തെറ്റുണ്ടോ? ഉണ്ടെങ്കിൽ അച്ഛൻ തിരുത്തിത്താ. അപ്പോ എനിക്ക് മനസ്സിലാവും. അപ്പോഴേ മനസ്സിലാവൂ. ശരിയാണ്, നീ പറഞ്ഞത് മുഴുവൻ ശരിയാണ്. ചിലതൊക്കെ എനിക്ക് നിന്നിൽ നിന്നും മറച്ചു വെക്കേണ്ടി വന്നിട്ടുണ്ട്. ഒന്നും മനഃപൂർവ്വമല്ല. എല്ലാം നല്ലതിൽ കലാശിക്കുമെന്ന അച്ഛന്റെ അമിതമായ പ്രതീക്ഷയാകാൻ കാരണം. അല്ലെങ്കിൽ മകന്റെ മനസ്സ് പടയുന്നത് സഹിക്കാനാവാത്ത ഒരച്ഛന്റെ ദൗർബല്യമോ മനോവേദനയോ ആകാം. അച്ഛാ, ഇനിയൊന്നും മറച്ചു വെക്കുന്നില്ല. ഞാൻ പറയാം. വലിയതിനെ കണ്ട ഞാൻ പോകുന്ന കാര്യം പറഞ്ഞു പോയാലോ? കല്യാണി, എന്നെ കാത്തു നിന്നിട്ട് പോവാണോ നീ? ഏയ് അതല്ല, പെട്ടെന്ന് വീട്ടിലെ ഗ്യാസ് ഓഫ് ചെയ്തൊന്നൊരു സംശയം. ഓ, അതാണോ? എങ്കിൽ പിന്നെ പോയി ഓഫ് ചെയ്തിട്ട് വാ കല്യാണി. വേണ്ട, ഞാനത് ഓഫ് ചെയ്തിട്ട് തന്നെ വന്നത്. ഇപ്പൊ ഓർക്കുന്നുണ്ട്. നീ ആകെ ടെൻഷനാണല്ലോ. എന്തു പറ്റി നിനക്ക്? അത് ഞാൻ എങ്ങനെയാ പറയാ? ഇന്ന് രാത്രി അച്ഛൻ ഞങ്ങളെയും കൂട്ടി ഇവിടുന്ന് പോവാ. ചേച്ചി, പൂക്കളെല്ലാം കൃത്യമായി വിഗ്രഹത്തിന് ചുറ്റും വീണു. ഇപ്പൊ സംശയം തീർന്നില്ലേ? നിങ്ങൾ രണ്ടുപേരും തീർച്ചയായും ഒരുമിക്കും. ഇവിടെ എന്താ ശിവരാമേട്ടൻ? അനിയൂട്ട, വന്നേ. ഒരു ഡ്രൈവറോട് മാപ്പ് ചോദിക്കേണ്ട ഗതികേട് ആ മനുഷ്യനില്ല. അങ്ങനെയുള്ള മനുഷ്യനോടാ പെട്ടെന്ന് ഇറങ്ങാൻ നോക്ക്. എന്താ പരിപാടി?
സാറ് വന്ന് പറഞ്ഞില്ലേ അച്ഛാ, ഇനി നമ്മൾ നാട് വിട്ട് പോണോ? രാഖ്യരാമാനൻ നാട് വിടാൻ പോവുക. ഓ, ഇതിൽ പര എനിക്ക് എന്ത് സന്തോഷ വരാനുള്ളത്. ഇനി സാക്ഷാൽ അഖിലാമ്മേടം വന്ന് മാപ്പ് പറഞ്ഞാലും ഈ ദാസന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. നാട്ടിലേക്ക് തിരികെ പോകാൻ തീരുമാനിച്ചത് തന്നെ. അങ്ങനെ ഉറച്ച തീരുമാനം എടുക്ക്. എന്റെ മനസ്സ് മാറ്റാനുള്ള ശ്രമമൊന്നും വേണ്ട. ഞാൻ നോക്ക് പോവാം. സാധനങ്ങൾ എടുത്തോട്ട് പോടാ. അയ്യോ, അഖിലയുടെ വിശ്വസ്തൻ അങ്ങനെ നാട് വിട്ടു പോകുന്നു. ശിവരാമേട്ടൻ വന്ന് സമാധാനിപ്പിച്ചതുപോലെ ഇനി ആനന്ദെങ്ങാനും ദിവ്യജ്ഞാനം വന്ന് ഇവര് നാട് വിട്ടു പോകുന്നത് അറിഞ്ഞു വന്നാലോ? അയ്യോ, അത് പാടില്ല. അതിനുള്ള അവസരം ഉണ്ടാകാൻ പാടില്ല. ഹാളിൽ തന്നെ പോയി ഇരിക്കാം. കല്യാണി, അടുക്കളയുടെ വാതിലൊക്കെ അടച്ചു നോക്ക്. അയ്യോ, പറഞ്ഞോ? ഓഹോ, എന്നാ ശരി ശരി, ഞാൻ പിന്നെ വിളിക്കാവേ. ശരി ശരി, ആയിക്കോട്ടെ. അയ്യോ ചേച്ചി, ചേച്ചി എന്താ ഈ സമയത്ത് ഉറങ്ങിയില്ലേ? ഞാൻ ഉറങ്ങില്ല. അല്ല, ഈ സമയത്ത് നീ എന്താ ഇവിടെ? ഞാനോ? ഞാൻ ഫോണിലായിരുന്നില്ലേ, മക്കള് വിളിച്ചോണ്ടിരിക്കായിരുന്നു. ഓൺലൈൻ ക്ലാസ് കാരണം അവരിപ്പോ ഈ നേരത്തൊക്കെയാ വിളിക്കുന്നത്. ഈ സമയത്ത് അമ്മ എന്താ ഹാളില്? ഇളയമ്മയുണ്ടല്ലോ കൂടെ. എന്തായിരിക്കും കാര്യം? എന്റെ കണ്ണ് തുടിക്കുന്നുണ്ടല്ലോ. കല്യാണിക്ക് എന്തോ പ്രശ്നമുണ്ട്. ഞാൻ വിചാരിച്ചതുപോലെ തന്നെ അവൻ പുറത്തിറങ്ങി. അഖിലേച്ചി ഇവിടെ ഇരിക്കുകയാണല്ലോ. എന്തായാലും അവന് പുറത്തേക്ക് അങ്ങനെയൊന്നും പോവാനൊക്കില്ല. ഇവിടെ എല്ലായിടത്തും കറണ്ട് ഉണ്ടല്ലോ. എന്റെ മുറിയിൽ മാത്രം എന്താ കറണ്ട് ഇല്ലാത്തത്? അയ്യോ, ചേച്ചിയുടെ മുറിയിൽ കറണ്ട് ഇല്ലേ? ഷോ, അതെന്ത് പറ്റി? എന്തെങ്കിലും ചെറിയ തകരാറുണ്ടാവും. പക്ഷെ പാതിരാത്രിയായില്ലേ, ഇപ്പൊ എങ്ങനെയാ ഇലക്ട്രീഷ്യനെ വിളിക്കുക? ഞാൻ രാവിലെ തന്നെ ഇലക്ട്രീഷ്യനെ വിളിച്ച് ശരിയാക്കിപ്പിക്കാം. ആനന്ദ്, ഈ നേരത്ത് നീ ഇതെവിടെ പോന്നു? അത് ഉറക്കം വന്നില്ലമ്മേ. അല്പനേരം പുറത്തുപോയി കാറ്റ് കൊള്ളാന്ന് കരുതി. വേണ്ട, ഈ നേരത്ത് പുറത്തൊന്നും പോയിരിക്കണ്ട. പുറത്ത് നല്ല മഞ്ഞുണ്ട്. അയ്യോ, മഞ്ഞ് മാത്രോ? ചാമയേറി വിതറിയതുപോലെയാ കൊതുക്. അയ്യോ, അതിന്റെ കടി കൊണ്ടാലേ വല്ല ഡെങ്കിപ്പനിയും വരും. പോണ്ടെന്ന് പറ ചേച്ചി. ഇവള് പറഞ്ഞത് ശരിയാ മോനെ. ഇപ്പോഴും വിലാസിനിയുടെ ആവനാഴിയിൽ അമ്പൊഴിഞ്ഞിട്ടൊന്നുമില്ല. അടുക്കളക്കാരിയെ പുറത്താക്കിയത് പകൽ വെളിച്ചത്തിലൊന്നുമല്ല, ഈ പാതിരാത്രിക്ക. അവര് തൃച്ചമ്പലത്തിന്റെ പടി ഇറങ്ങുന്നതും കണ്ണിമ ചിമ്മാതെ ഈ വിലാസിനി കാവല് നിന്നതുകൊണ്ടാ കല്യാണി എന്ന ഒഴിയാബാധ തൃച്ചമ്പലത്ത് നിന്ന് അകന്നത്. തന്ത്രത്തിലൂടെ ആനന്ദിനെ പുറത്താക്കാതെ തടഞ്ഞും യജമാന ഭക്തിയും കൂറും കൂടുതലുള്ള ദാസിന്റെ നാവ് അടക്കിച്ചുമാ ഞാൻ ആ കാര്യം നടപ്പാക്കിയത്. എന്തെങ്കിലും ഒരു കാര്യം വിചാരിച്ചാ പിന്നെ വിലാസിനി ആന്റിക്ക് ഊണമില്ല ഉറക്കവുമില്ല. അത് നടപ്പാക്കിയിട്ട് ആന്റി വിശ്രമിക്കൂ. ഞാൻ നോമ്പ് നോക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി.
ആ അടുക്കളക്കാരിയെ ഒന്ന് പുറത്താക്കാൻ. അത് നടപ്പാക്കി എനിക്ക് സന്തോഷമായി. അജ്ഞാതമായ താഴ്വരയിലേക്ക് കാമുകി ഇറങ്ങി മറഞ്ഞല്ലോ. കാമുകന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഞാൻ പറഞ്ഞല്ലോ, പുറത്തു ചാടാൻ ശ്രമിച്ച വെരികിനെ ഞാൻ തന്ത്രപൂർവം കൂട്ടിലടച്ചു. നേരം പുലർന്നാൽ വിരഹഗാനം പാടി തൃച്ചംബരത്തൂടെ തേരാപ്പാര നടക്കും. വാവ്, കേൾക്കാൻ കാതുകൾക്ക് എന്തിമ്പം. ആന്റി, അടവുകൾ അറിഞ്ഞ് ആയുധം വീശുന്നവനല്ല, അവസരമറിഞ്ഞ് ആയുധം വീശുന്നവനാണ് വിജയം. നീ എന്താ ഉദ്ദേശിച്ചേ? ഈ അവസരം മുതലാക്കി മുടങ്ങിപ്പോയ ആ ചടങ്ങ് നടത്തണം. ഗംഗയെ തൃച്ചംബരത്തെ അംഗമാക്കുന്ന ആ ചടങ്ങ് നടത്തിയേ പറ്റൂ. അത് ഞാൻ ഏറ്റുപ്രിയങ്ക. എന്റെ അടുത്ത ദൗത്യം അതാ. അതിനുള്ള കളമൊരുക്കലായിരിക്കും നാളെ മുതൽ തൃച്ചംബരത്ത്. ഗുഡ്. എങ്കിൽ സൂര്യൻ കിഴക്കുണർന്ന് ദാസും കുടുംബവും ഒളിച്ചോടി എന്നുള്ള വാർത്ത അഖില അറിയും മുമ്പ് നിങ്ങൾ അവിടെ എത്തണം. കല്യാണിയെ തൃച്ചംബരത്ത് നിന്ന് പുറത്താക്കാൻ കാത്തിരിക്കായിരുന്നു അമ്മ. എന്തായാലും അമ്മയ്ക്കിപ്പോ സന്തോഷമായിട്ടുണ്ടാവും അല്ലേ അച്ഛാ? സന്തോഷിക്കട്ടെ. മക്കളുടെ മനസ്സറിയുന്ന അമ്മയല്ലേ, സന്തോഷിക്കട്ടെ. എനിക്ക് സന്തോഷമായി, തൃപ്തിയായി. മോനെ, നിന്റെ വേദന അച്ഛന് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ നീ കരുതുന്നത് പോലെ ഇത് അമ്മയുടെ തീരുമാനമൊന്നുമല്ല. ദാസ് ഇന്നലെ ആകെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. അത് മനസ്സിലാക്കിയ ഞാൻ രാത്രി ഔട്ട് ഹൗസിൽ പോയി ദാസിനെ കണ്ടിരുന്നു. അപ്പൊ ദാസ് നല്ലതുപോലെ സംസാരിച്ചത്. ഇങ്ങനൊരു നീക്കം നടത്തുന്നതിന്റെ ഒരു സൂചനയും ഞാൻ ദാസ് കണ്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു നിമിഷം കൊണ്ടെടുത്ത തീരുമാനമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. രാത്രി എത്ര മണിക്ക് അച്ഛൻ ഔട്ട് ഹൗസിൽ പോയത്? ഒരു 11 മണിയെ കാണും. നീ എന്താ അങ്ങനെ ചോദിച്ചേ? ഒന്നുമില്ല അച്ഛാ, എനിക്കപ്പോ എന്റെ കണ്ണ് തുടിച്ചിരുന്നു. എന്റെ കണ്ണ് തുടിച്ച കല്യാണിക്ക് എന്തെങ്കിലും ആപത്തുണ്ടാവുന്ന സൂചന. എപ്പോഴും അത് സത്യമാവാറുമുണ്ട്. ആ സമയത്ത് എന്റെ മനസ്സിനൊരു പ്രേരണയിൽ ഞാൻ കല്യാണിയെ കാണാൻ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയതോ. പക്ഷെ ഹോളിൽ അമ്മയുണ്ടായിരുന്നു, കൂടെ ഇളയമ്മേ. രാത്രിയിൽ പുറത്തു പോണ്ടെന്നും പറഞ്ഞ് അമ്മ എന്നെ വിട്ടില്ല. ഒരു പക്ഷെ എനിക്ക് പുറത്തു പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. ദാസിന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കുന്നതിൽ നമുക്ക് രണ്ടുപേർക്കും ഒരുപോലെ തെറ്റുപറ്റി. ദാസ് മക്കളെ കൂട്ടി എങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടാവുക? തറവാട്ടിലേക്കോ അതോ? ആ മാല കാണാതെ വന്നപ്പോൾ അഖിൽ ആദ്യം മുതൽ സംശയിച്ചത് ദാസിനെയായിരുന്നു. ദാസിനെയും കുടുംബത്തെയും പുകച്ച് പുറത്തു ചാടിക്കാൻ വ്രതം നോക്കി നടക്കുന്ന വിലാസിനെ സംശയിച്ചില്ല. കൃഷ്ണേട്ടൻ പറയുന്നത് കേട്ടാ തോന്നും ഞാൻ എന്തോ വലിയ മഹാപരാധം ചെയ്തു. തൃച്ചംബരത്ത് തലമുറകൾ കൈമാറി വന്ന ആ മാല ഞാൻ തിരിച്ചു ചോദിച്ചു. അതിന്റെ 10 മടങ്ങ് സ്വർണം ദാസേട്ടന്റെ മുന്നിൽ വെച്ചുകൊണ്ടാ ഞാനത് തിരിച്ചു ചോദിച്ചത്. മനസ്സറിഞ്ഞു കൊടുത്ത പാരിതോഷികം തിരിച്ചു വേണമെന്ന് ആവശ്യപ്പെട്ട് സ്വർണ്ണക്കന് മുന്നിൽ വെച്ചു കൊടുത്താൽ കിട്ടിയ പാരിതോഷികത്തിന്റെ മൂല്യം അറിയാത്തവർ അത് സ്വീകരിച്ചു. അതറിയാവുന്നവർ അത് തിരസ്കരിക്കും. ഇവിടെ ദാസു അത് തന്നെയാണ് ചെയ്തത്. പിന്നെ ഒരു കാര്യം കൂടെ. നിക്ക്, ഞാനൊരു കാര്യം പറയട്ടെ. ദാസേട്ടന്റെ കയ്യിലിരുന്ന മാല ഔട്ട് ഹൗസിൽ പോയി വിലാസിനി മോഷ്ടിക്കുമെന്ന് ഞാൻ എങ്ങനെ സംശയിക്കും? അത് വിലാസിനി തന്നെയാണ് മോഷ്ടിച്ചതെന്ന് വ്യക്തമായ തെളിവുകളും തൊണ്ടി മുതലും ഹാജരാക്കി ആനന്ദ് അതിന്റെ സത്യാവസ്ഥ തെളിയിച്ചപ്പോ
ഞാൻ ദാസേട്ടനോട് പോയി ക്ഷമാപണം പറഞ്ഞതല്ലേ? അഖില, 24 മണിക്കൂർ നേരമെങ്കിലും ദാസ് ഒരു കള്ളനായി ചിത്രീകരിക്കപ്പെട്ടിരുന്ന കാര്യം നീ മറക്കരുത്. അതും ദൈവത്തെ പോലെ ദാസ് ആരാധിക്കുന്ന അഖിലയുടെ മുന്നിൽ. തികഞ്ഞ ഒരു സത്യസന്ധനെ മോഷ്ടാവായി ചിത്രീകരിക്കുന്നതും അവന് വധശിക്ഷ കൊടുക്കുന്നതും ഒരുപോലെയാണ്. ദാസിന് വധശിക്ഷയേക്കാൾ ഭീകരമാണ് മോഷ്ടാവെന്ന മുദ്രകുത്തൽ. കൃഷ്ണേട്ടൻ എന്നെ കുറ്റപ്പെടുത്തുകയാണോ? കുറ്റപ്പെടുത്തുകയല്ല. ചില അപ്രിയ സത്യങ്ങൾ പറയുമ്പോൾ പ്രിയപ്പെട്ടവർക്ക് വേദന തോന്നുമെങ്കിലും അതൊക്കെ തുറന്നു പറഞ്ഞേ മതിയാവും. എന്തായാലും കല്യാണിയെ തൃച്ചംബരത്തെന്ന് പറഞ്ഞേക്കാൻ അവസരം കാത്തിരിക്കായിരുന്നല്ലോ അഖില. അത് നടന്നല്ലോ. കല്യാണി അങ്ങ് പോയില്ലേ? സന്തോഷമായില്ലേ അഖില? സന്തോഷിക്കും. വിചാരിച്ച കാര്യങ്ങൾ നടക്കുമ്പോ സന്തോഷിക്കണം. പക്ഷേ കൈവിട്ട് കളഞ്ഞത് തിരിച്ചു വേണമെന്ന് തോന്നിയാൽ കിട്ടാൻ പ്രയാസമാണ്. കല്യാണി, പകൽക്കിനാവ് കാണായിരുന്നല്ലേ? ഈ നശിച്ച സ്വപ്നം കാണലുകൊണ്ടാ രായ്ക്ക് രാമായണം കള്ളന്മാരെ പോലെ തൃച്ചംബരത്തിന് ഇറങ്ങിപ്പോരേണ്ടി വന്നേ, അറിയോ? പാല് തിളച്ചു പോയി, സ്റ്റൗ കെട്ടു, എന്നിട്ട് അവളതറിഞ്ഞില്ല. ഗ്യാസിന്റെ മണം മുറ്റത്ത് വരെ വന്നു. ഈ വീടിന് തീ പിടിച്ചാൽ പോലും അവളതറിയില്ല. മനസ്സ് കെട്ടിപ്പൊക്കി ആ സ്വപ്ന കൊട്ടാരങ്ങളൊക്കെ വിട്ട് നീ താഴോട്ടിറങ്ങി വാ. അതൊക്കെ വെറും സ്വപ്നങ്ങളായിരുന്നു, വെറും സ്വപ്നങ്ങൾ. സ്വപ്നങ്ങൾ എപ്പോഴും സ്വപ്നം കാണാനേ കൊള്ളാവൂ. സ്വപ്നത്തിലെ രാജകുമാരനെ പ്രണയിച്ച രാജകുമാരിയുടെ കഥ മുത്തശ്ശി നിനക്ക് പറഞ്ഞു തരുന്ന കേട്ടിട്ടുണ്ട് ഞാൻ പലപ്പോഴും. അതിനുശേഷം മുത്തശ്ശി ഒരു സാരോപദേശവും തരാറുണ്ട്. എന്റെ മോളൊരിക്കലും സ്വപ്നലോകത്ത് ജീവിക്കരുതെന്നും സ്വപ്നമല്ല ജീവിതം. ഏത് മുത്തശ്ശി, എന്തുപദേശം! സഹി കിട്ടും എനിക്ക്. നോക്ക്, ഇനി ഇങ്ങനെ കരഞ്ഞു കലങ്ങിയ കണ്ണുമായിട്ട് നടക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ അവസാനിപ്പിക്കും ഞാൻ. നിന്നെയല്ല, എന്റെ ജീവിതം. പലപ്പോഴും ഞാനതിന് ശ്രമിച്ചതാ. പിന്നീട് ആലോചിച്ചപ്പോ ആത്മഹത്യ ചെയ്ത് നിങ്ങളെ അനാഥരാക്കാനും അപമാനിക്കാൻ എനിക്ക് മനസ്സ് വന്നില്ല. ഇനിയും എന്നെ കൊണ്ടത് ചെയ്യിപ്പിക്കരുത്. തീരുമാനിച്ചുറപ്പിച്ചാൽ ഞാനത് ചെയ്തിരിക്കും. ഓർമ്മിച്ചോ? ഞാൻ വേണോ സ്വപ്നത്തിലെ രാജകുമാരൻ വേണോന്ന് നിനക്ക് തീരുമാനിക്കാം. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിക്ക് പറഞ്ഞ വാക്ക് പാലിച്ചേ ശീലമുണ്ട്. ഇക്കാര്യത്തിലും അതങ്ങനെ തന്നെ വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടാക്കില്ല. അറിഞ്ഞോ അറിയാതെയോ അത് മറന്നിട്ടുണ്ടെങ്കിൽ അത് ഓർമ്മിപ്പിക്കേണ്ടത് എന്റെ കടമയാണ്. ദാസിനെ പോലെ ഒരു മനുഷ്യന് അങ്ങനെ ഒരു വാക്ക് കൊടുത്തിട്ട് അത് പാലിക്കാതെ വന്നാൽ ആ ശാപം ഒരു മഹാപാപമായി തൃച്ചംബരത്തിന്റെ തലമുറകൾക്ക് മേൽ വന്ന് പതിയും. അതൊരു പക്ഷേ ആനന്ദിന്റെ കല്യാണത്തിന്റെ സന്തോഷം കെടുത്തിയേക്കാം. അതാണ് ഞാൻ ഓർമ്മിപ്പിച്ചത്. കല്യാണിയെ തൃച്ചംബരത്ത് നിന്ന് പറഞ്ഞുവിട്ടാലേ ആനന്ദിന്റെ കല്യാണം നടക്കുമെന്ന് ഒരുപക്ഷെ ഗുരുജി പറഞ്ഞത് വാസ്തവമായിരിക്കാം. എന്നാൽ കല്യാണിയെ വേദനിപ്പിച്ചിറക്കി വിടണമെന്നല്ല ഗുരുജി ഉദ്ദേശിച്ചത്. അവളെ
സന്തോഷത്തോടെ പറഞ്ഞയക്കണമെന്ന്. കല്യാണി മാത്രമല്ല, ദാസും മനസ്സുരുകിയാണ് പാതിരാക്കി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. അവരുടെ മനസ്സുരുകുന്നു. അതാണ് നിന്റെയും മനസ്സ് അസ്വസ്ഥമാകുന്നത്. അതുകൊണ്ട് അവരെ കണ്ടെത്തി തിരികെ കൊണ്ടുവന്ന് പറഞ്ഞ വാക്ക് പാലിക്കണം. അപ്പോൾ എല്ലാം നല്ലതായി തന്നെ നടക്കും. എന്തിനാ അമ്മയെ വിളിപ്പിച്ചത്? ആനന്ദ്, നീയും അരവിന്ദും വേഗം എന്റെ കൂടെ വരൂ. അമ്മേ, അച്ഛനെയും കൂടി കൂട്ടിക്കോ. ഒരിടം വരെ പോവാനാ. അല്ല, എങ്ങോട്ടാ? ദാസേട്ടനെയും കല്യാണിയും കൂട്ടിക്കൊണ്ടുവരാൻ പോകുന്നു. എന്താടാ, എന്തിനാ നീ ഇങ്ങനെ കെതിക്കുന്നേ? കാര്യം പറയ്. ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ടാ ചേച്ചിക്ക് എല്ലാം മനസ്സിലാവും. ഒരു സന്തോഷ വാർത്ത പറയാനാ ഞാൻ ഓടി വന്നത്. എന്താ ഇത്ര വലിയ സന്തോഷ വാർത്ത? അഖില മേഡം നമ്മളെ തിരക്കി വരുന്നു. അതെ, അഖില മേഡം മാത്രമല്ല, ശിവരാമ സാറ്, അനിയൻ കുഞ്ഞ്, പിന്നെ മറ്റൊരാള് കൂടി ഉണ്ട്, നമ്മുടെ വല്യുഞ്ഞ്. വല്യുഞ്ഞ് വന്നിട്ടുണ്ടോ? നീ സത്യാണോ പറയണേ? സത്യം. ഇപ്പൊ ചേച്ചിയുടെ ഈ മൊബൈലിലേക്ക് അച്ഛൻ വിളിച്ചതേ ഉള്ളൂ. എന്താ ചേച്ചി, എന്താ ഇങ്ങനെ നിക്കണേ? ഒന്നുമില്ല. എനിക്കൊരു തോന്നൽ, വല്ലുഞ്ഞെല്ലാം അഖില മേഡത്തിനോട് പറഞ്ഞാണ്. അങ്ങനെ ചേച്ചി തൃച്ചംബരത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാനായിരിക്കും അവരെല്ലാം കൂടി വരുന്നേ. എന്താ ചേച്ചി, എന്താ ഇങ്ങനെ നിക്കണേ? മാഡം സാറും ഒക്കെ എന്റെ ക്ഷണം സ്വീകരിച്ച് ഈ കൊച്ചു വീട്ടിലേക്ക് വന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. വെള്ളം കൊണ്ടുവന്നിട്ട് തരാതെ നിൽക്കുകയാണോ കല്യാണി? ഞങ്ങൾ വന്നതേ ഭക്ഷണം കഴിക്കാനാ. ആദ്യം വെള്ളം തന്നെ. ദൈവമേ, മാഡം വന്ന സന്തോഷത്തിൽ ഞാനെല്ലാം മറന്നു. കല്യാണി, മാഡം സാറൊക്കെ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നീ പോയി വേഗം ആഹാരം ഉണ്ടാക്കുക. ശരി അച്ഛാ. എന്താ ഇപ്പോ? നന്ദനെ,
എന്ത് തന്ത്രമിറക്കിയും നമ്മുടെ പക്ഷം ചേർത്ത് നിർത്തണം. അത് ഞാൻ ഏറ്റു. ഇപ്പൊ പ്രിയങ്ക ഇവിടെ ആരും കാണാതൊന്ന് പോവാൻ നോക്ക്. അയ്യോ പിന്നെ ഞാൻ നിന്നെ അടിച്ചത് മനസ്സിൽ വെച്ചോണ്ടിരിക്കാതെ നന്ദനെ കയ്യിലെടുത്ത് കല്യാണിക്കെതിരെ തിരിക്കാൻ നോക്ക്. അറിയാലോ, പ്രിയങ്കയ്ക്ക് ലക്ഷ്യങ്ങളാണ് വലുത്. അതിന് വിഘാതമാകുന്നത് സ്വന്തം കൂടപ്പിറപ്പാണെങ്കിൽ പോലും ഒരു സഹതാപം കാണിക്കില്ല ഞാൻ. ഓർമ്മ വെച്ചോ. അയ്യോ ആരും കണ്ടില്ല. ആ അമ്മേ, ആ ആ പ്രിയങ്ക പറഞ്ഞതുപോലെ നമ്മുടെ അടുത്ത തന്ത്രം പ്രയോഗിക്കേണ്ടത് ദാ ഈ നിൽക്കുന്നവള. ഇവളെ കല്യാണിക്കെതിരെ പറഞ്ഞു തിരിക്കണം. എന്നിട്ട് ഇവളെ മൊത്തമായിട്ട് നമ്മുടെ വരുതിയിൽ എത്തിക്കണം. സമയത്ത് വിലാസിനെ എന്റെയും കാണുന്നില്ലല്ലോ. സഹദേവൻ അങ്കിള് ഫോൺ വിളിച്ചിട്ട് എന്തോ ഒന്ന് പറഞ്ഞു. അപ്പൊ ആരെ കാണുന്നു പറഞ്ഞുകൊണ്ട് ഇറങ്ങിയതാ. നിന്നോടൊരു കാര്യം പറഞ്ഞേക്കാം. ഞാൻ അവളുമായിട്ട് സംസാരിക്കുമ്പോ ആവശ്യമില്ലാതെ ഇടയ്ക്ക് കയറി എന്തെങ്കിലും പറഞ്ഞ് നശിപ്പിക്കരുത്. ഞാൻ ഇടയ്ക്ക് കയറി പറയില്ല. ഒരു ഗ്യാപ്പ് കിട്ടുമ്പോ ഒഴിക്കലങ്ങ് പറഞ്ഞോളാം. വാ. നന്ദന, എന്താ അമ്മയെ കാണാൻ പോയിരിക്കായിരുന്നല്ലേ? അതെ. വീട്ടിലെന്തുണ്ട് വിശേഷം? മഹേശ്വരി ആന്റിക്ക് സുഖമാണോ? ഞാൻ വീട്ടിൽ പോയെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞ്? അതൊക്കെ ഞങ്ങൾ അറിഞ്ഞു. നന്ദന നല്ല ടെൻഷനിലാണെന്ന് തോന്നുന്നല്ലോ. എന്ത് പറ്റി? ഓ, വേറൊന്നുമല്ല. ദാസേട്ടനെയും കല്യാണിയും കൂട്ടിക്കൊണ്ടുവരാൻ പോയവരെ കാണുന്നില്ല. ഓ, അവരെ കൂട്ടിക്കൊണ്ടുവരാൻ തന്നെ പോയതാണോ? അതിനെക്കുറിച്ച് നന്ദനയുടെ അഭിപ്രായം എന്താ? കല്യാണിയും ദാസേട്ടനും ഒക്കെ തൃച്ചംബരത്തുനിന്ന് പോകുന്നത് സങ്കടാ. അവര് തിരിച്ചു വരണേന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. നീ എന്തു പാവാ നന്ദനെ. ഒരു കാലത്ത് നിനക്ക് കല്യാണിയെ കാണുന്നത് തന്നെ വെറുപ്പായിരുന്നു എന്ന് വിലാസിനി ആന്റി പറഞ്ഞിട്ടുണ്ട്. എന്തിന്? അവളുടെ കയ്യിൽ നിന്നൊരു കോഫി പോലും വാങ്ങി കുടിക്കില്ലായിരുന്നു നീ. അല്ല നന്ദനെ, കല്യാണിയോട് ഇത്ര അടുപ്പം വരാൻ അവൾ എന്തു മറിമായാണോ കാണിച്ചത്? സർ, കാറ് ഞാൻ ഓടിക്കാം. ആയിക്കോട്ടെ, വരും മേഡം. നിങ്ങൾ പുറകെ വന്നേക്കേ. ശരി അച്ഛാ, കേറാം. അതെ ബ്രോ, വണ്ടി ഓടിക്കും. കല്യാണം മുൻസിറ്റില്. നീ അവിടെ കയറാം. കല്യാണി കേറാം. വിലാസിനി ആന്റി ആണല്ലോ. ഹലോ ആന്റി. ആ പ്രിയങ്ക, നന്ദനയുടെ മനസ്സില് കല്യാണിയെ പ്രതിഷ്ഠിച്ചതുപോലെയാ. അവള് വഴങ്ങുന്നില്ല. ആദ്യ റൗണ്ട് പരാജയം. അറിഞ്ഞു. ഗംഗയും ജയന്തിയും നടത്തിയ ശ്രമം അന്നേ പരാജയമായിരുന്നു എന്ന് ഗംഗ വിളിച്ചു പറഞ്ഞിരുന്നു.
ആന്റി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെയൊന്നും ആവില്ലായിരുന്നു. സാരമില്ല, ആദ്യ റൗണ്ട് പരാജയപ്പെട്ടു എന്ന് കരുതി നിരാശപ്പെടേണ്ട ആന്റി. വീണ്ടും ശ്രമിക്കുക. അവൾ എവിടെ പോവാൻ? നമ്മുടെ കൂടെ തന്നെ ചേരേണ്ടവളാണ് നന്ദിനി. ഏയ്, എനിക്ക് നിരാശയൊന്നുമില്ല പ്രിയങ്കെ. വല എറിഞ്ഞിട്ട് അവൾ അതിൽ വീണില്ലെങ്കിൽ ഞാൻ അവൾക്കൊരു വാരിക്കുഴി തീർക്കും. ദാസിനെയും മക്കളെയും കൂട്ടി അഖില ഇപ്പം മടങ്ങി വരും. പോയ കല്യാണി തൃച്ചംബരത്തേക്ക് വീണ്ടും കാല് കുത്തുകയാണ്. നന്ദനയുടെ മനസ്സ് മാറ്റി അവളെ കൂടി നമ്മുടെ കൂട്ടത്തിൽ ചേർത്താൽ തൃച്ചംബരത്തെ യുദ്ധം നമുക്ക് പൂർണ്ണമാക്കാം. അത് ഞാൻ ഏറ്റു പ്രിയങ്കെ. നീ സമാധാനമായിട്ടിരിക്കും. ശരി ആന്റി, ഗുഡ് നൈറ്റ്. അവരെ നമ്മുടെ പിറകെ കാണുന്നില്ലല്ലോ കൃഷ്ണേട്ടാ. അവരിങ് എത്തിക്കോളൂ. അങ്ങനെ ബ്രോ, ഇതെന്തൊക്കെ പതുക്കെ പോകുന്നേ? അവരവിടെ എത്തി. അവരൊപ്പം പിടിക്കും. ആ കാർ ഓടിക്കുന്ന ദാസേട്ടന് എത്ര വർഷത്തെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഉള്ള ആളാണെന്നറിയോ? കാർ ഓടിച്ച് ദാസേട്ടനെ തോൽപ്പിക്കാനൊന്നും എനിക്ക് പറ്റില്ല. അയ്യോ, എങ്ങനെ? ബ്രോയുടെ ഡ്രൈവിംഗ് എനിക്ക് അറിയാവുന്നല്ലേ. ഇതൊന്നും കൊണ്ടല്ല, അമ്മ അയച്ചനെ തോൽപ്പിക്കാനുള്ള മടി. അതന്നെ. അയ്യോ, എന്താ എക്സ്പീരിയൻസ് കുറച്ച്. അവരൊക്കെ വന്നോളൂ, നീ ടെൻഷൻ അടിക്കാതെ. അവർ കൊച്ചുകുട്ടികളൊന്നും അല്ലല്ലോ. നീ ഇതെങ്ങാനും കണ്ട് പഠിച്ചാണ്ടല്ലോ. കൃഷ്ണേട്ടാ, ആനന്ദ് ഇപ്പൊ ഔട്ട് ഓഫ് കവറേജ്. അരവിന്ദിന്റെ ഫോൺ സ്വിച്ച് ഓഫ്. അതൊരു റൂറൽ ഏരിയ, ടവർ പോലും കാണില്ല. ഇനി ഒരു പക്ഷേ കാറ് ബ്രേക്ക് ഡൗൺ ആവുകയോ പഞ്ചർ ആവുകയോ ചെയ്താൽ അത് നന്നാക്കിയിട്ടല്ലേ വരാൻ പറ്റൂ. വിവരം നമ്മളെ അറിയിക്കാൻ റേഞ്ച് പോലും കാണില്ല. അഖില ടെൻഷൻ ആവാതെ, അവർ കൊച്ചുകുട്ടികളൊന്നും അല്ലല്ലോ. എന്നാലും അവരിത് എവിടെ പോയിരിക്കായിരിക്കും ആന്റി? എന്റെ ഗംഗ, അത് തന്നെയാ ഞാനും ആലോചിക്കുന്നത്. അവരുടെ ധൈര്യം സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. അഖിലാന്റിയെ അങ്കിളിനെയും ദാസേട്ടനെയും മുമ്പേ വിട്ടു. പാതിരാത്രിയായിട്ടും അവർ ഇതുവരെ എത്തിയിട്ടില്ല. ആന്റി, എനിക്കൊരു സംശയം. എന്താ ജയന്തി, നീ പറയേ. അവര് വല്ല ടൂറ് പോയതോ ആവോ? ആ അതെ, അവര് പാരീസിൽ പോയിരിക്കുക. ഗംഗെ, നീ ഇവളെ വിളിച്ചോട്ട് പോ, അല്ലെങ്കിൽ ഞാൻ ഇവളുടെ കരണം അടിച്ച് പൊട്ടിക്കും.
ഗംഗ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? ഞാനില്ലാത്തപ്പോ എന്റെ മുറിക്കകത്ത് കയറി ഈ പരമ്പരാഗത മാല എടുത്ത് കഴുത്തിലണിയാൻ? സോറി ആന്റി, വേറൊന്നും കൊണ്ടല്ല. ഈ പരമ്പരാഗത മാലയിട്ടൊരു സെൽഫി എടുത്ത് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്താ ഏറെ ലൈക്സ് കിട്ടും, അതുകൊണ്ട് ചെയ്തു പോയതാ. സ്റ്റോപ്പ് ഇറ്റ്. ഊര്. മാല ഊരാൻ. അതവിടെ വയ്ക്ക്. വയ്ക്കാനല്ലേ പറഞ്ഞത്? ഞാൻ തരുന്ന സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. ദേ നോക്ക്, ഇനി മേലാൽ എന്റെ പെർമിഷൻ ഇല്ലാതെ എന്റെ മുറിയിൽ കയറിപ്പോവരുത്, മനസ്സിലായോ? എന്താ നിന്റെ നാവിറങ്ങിപ്പോയോ? ആംഗ്യ ഭാഷ വേണ്ട. മനസ്സിലായി. ഔട്ട്. ഗെറ്റ് ഔട്ട്. കല്യാണി എന്താ എത്ര വൈകുന്നേ? ഫോൺ വിളിച്ചിട്ട് ആരെയും കിട്ടുന്നില്ലല്ലോ. ദാസേട്ടന് എന്താണാവോ ഇത്ര വലിയ ആലോചന? ആ മാഡം, മാഡം ഈ നേരത്ത്? അയ്യോ, ഇത് തൃച്ചംബരത്തിന്റെ ഔട്ട് ഹൗസ് അല്ലേ? ഏത് നേരത്തും എനിക്കിവിടെ വരാം. മാഡം, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ലേ ചോദിച്ചത്. ഉദ്ദേശങ്ങളൊക്കെ എനിക്ക് വ്യക്തമായി മനസ്സിലായി. അതുകൊണ്ട് കൂടുതൽ വിശദീകരണമൊന്നും വേണ്ട. ഒന്ന് നിർത്തുന്നുണ്ടോ മാഡം? പാതിരേക്ക് കയറി വന്ന് എന്റെ അഭിനയത്തിന് മാർക്കിടാൻ പോവാണോ? എനിക്ക് മാർക്കിടാൻ മാത്രം വിലാസിനി മാഡം വളർന്നിട്ടില്ല. പക്ഷേ ഞാൻ മാർക്കിട്ട അഭിനയത്തിന് മാത്രം വിലാസിനി മാഡത്തിന് ഉർവശി പട്ടം കിട്ടും. നിങ്ങൾ പറയുന്ന മര്യാദകേട് കേട്ട് പഞ്ചപുച്ഛം അടക്കി ഓച്ചാനിച്ചേക്കുന്ന ഒരാളാണ് ഞാനെന്ന് കരുതിയെങ്കിൽ അത് തെറ്റാ. ആ വിശ്വാസം കളഞ്ഞേക്കും. ഇവിടെ ആരൊക്കെയാണ് ജീവിക്കുന്നതെന്നും ആരൊക്കെയാണ് അഭിനയിക്കുന്നതെന്നും വ്യക്തമായിട്ട് മനസ്സിലാക്കിയുള്ളവരാ അഖിലാമ്മയുടെ ശിവരാമ സാറും. എന്റെ മകളെ കൊല്ലാൻ ശ്രമിച്ചതിന് അനിത്യസ്ഥാനം ഉണ്ടായിട്ടും നിങ്ങളെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ച് ജയിലിലേക്ക് അയക്കാൻ തീരുമാനിച്ച അഖിലാമ്മയുടെ ഒരു സാധാരണക്കാരനായ ഞാനും എന്റെ മകളും ഇവിടം വിട്ടു പോയപ്പോ തിരക്കി പിറകെ വന്നു. എന്തുകൊണ്ട്? തിരിച്ചറിവുള്ളതുകൊണ്ട്. നിങ്ങൾക്കില്ലാത്ത ഒന്നതാ. നിങ്ങളെപ്പോലത്തെ നേരും നെറിയുമില്ലാത്ത ചിലരോടൊക്കെ ഏറ്റുമുട്ടി സ്വയം നാണം കെടണ്ടാന്ന് കരുതി തൃച്ചംബരം വിട്ടവനാ ഞാൻ. ഒരിക്കലും തിരിച്ചു വരണ്ടെന്ന് ആഗ്രഹിക്കുകയും ചെയ്തു. പക്ഷേ അഖിലാമ്മയുടെ എന്റെ വീട്ടിൽ എന്റെ മകൾ വെച്ചു വിളമ്പിയ അന്നത്തിന്റെ മുമ്പിലിരുന്ന് ഇത് ഞാൻ കഴിക്കണമെങ്കിൽ ദാസ് തൃച്ചംബരത്തേക്ക് തിരിച്ചു വരണമെന്ന് പറഞ്ഞപ്പോ എനിക്കത് അനുസരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയാ ഞാൻ തിരിച്ചു വന്നത്. അതെന്തുകൊണ്ടാ? അനുസരണയുള്ളതുകൊണ്ട്. നിങ്ങൾക്കില്ലാത്ത മറ്റൊരു ഗുണവും അതാ. നിങ്ങൾ പലപ്പോഴും പലതും പറഞ്ഞ് എന്നെ അപമാനിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഞാൻ മറുപടി പറയാതെ നിന്നിട്ടുള്ളത് നിങ്ങളെപ്പോലെ ആകാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. എന്നുവെച്ച് ദാസ് പ്രതികരണശേഷി നഷ്ടപ്പെട്ടവനാണെന്ന് കരുതരുത്. അളമുട്ടിയ ചേരയും കടിക്കും, അതോർമ്മിച്ചോ. നിങ്ങൾ പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനും അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ എനിക്കറിയാഞ്ഞിട്ടല്ല. അങ്ങനെ ചെയ്താൽ ഞാനും നിങ്ങളും തമ്മിൽ എന്ത് വ്യത്യാസമുള്ളൂ മാഡം? കഷ്ടം.
പൊയ്ക്കോ. എനിക്കെതിരെ ശബ്ദിച്ച നിന്റെ നാവ് ഞാൻ നിശ്ചലമാക്കുന്നത് കണ്ടോ നീ? അനുസരണ എന്താണെന്നും അഭിനയം എന്താണെന്നും തിരിച്ചറിവ് എന്താണെന്നും ഒക്കെ ഞാൻ പഠിപ്പിച്ചു തരാം ദാസേ. ചന്ദനം വഴിയിൽ കളയാനുള്ളതല്ല, അത് തിരുനെറ്റിൽ ചാർത്താനുള്ളതാണ്. ചന്ദനം തണുപ്പാണ്, കുളിർമയുള്ളതാണ്, ഔഷധം കൂടിയാണ്. നെറ്റിയിലും നെഞ്ചിലും നാം ചന്ദനം ചാർത്തുമ്പോൾ ബുദ്ധിയിലും ഹൃദയത്തിലും നാം ദേവിയെ പ്രതിഷ്ഠിക്കുകയാണ്. അതായത് നാം നമ്മുടെ വികാരത്തിലും വിവേകത്തിലും ദേവനെയോ ദേവിയെയോ കൂടിയിരുത്തുന്നു. ക്ഷേത്രമെന്ന് പറഞ്ഞാൽ ശരീരമെന്ന് തന്നെയാണ് അർത്ഥം. ഹൃദയമാണ് ശ്രീകോവിൽ. അത് പ്രകാശപൂർണവും നിർമ്മലവുമായിരിക്കണം. എന്നാൽ ദേവചൈതന്യം അവിടെ ഉണ്ടാകും.